മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വിപണിയിൽ വെറും ഓഹരികളിൽ മാത്രം പണമിറക്കുന്നത് വലിയ റിസ്ക് ആണെന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ വിപണി ഇടിയുമ്പോഴും നമ്മുടെ നിക്ഷേപം സുരക്ഷിതമായി നിർത്താൻ സെബി അടുത്തിടെ അവതരിപ്പിച്ച പുതിയ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സഹായിക്കുമോ? പരമ്പരാഗത മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ഇവ എങ്ങനെ വ്യത്യസ്തമാകുന്നു? അതോടൊപ്പം രൂപയുടെ മൂല്യത്തകർച്ചയിൽ നിന്ന് സംരക്ഷണം നേടാൻ ഗിഫ്റ്റ് സിറ്റി വഴിയുള്ള വിദേശ നിക്ഷേപങ്ങളും കൃത്യമായ മൾട്ടി അസറ്റ് സ്ട്രാറ്റജിയും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളോടൊപ്പം ഇന്നുള്ളത് സാമ്പത്തിക വിദഗ്ധൻ കൃഷ്ണദാസൻ സാറാണ്. SIFന്റെ കാര്യത്തിൽ, അതായത് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ്, വലിയ മാറ്റം ഇല്ല എന്ന് പറയാം, എന്നാലും ഉണ്ട്. മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന മാറ്റമെന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ മിനിമം 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ കാര്യത്തിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 10 ലക്ഷമാണ്. ഏതാണ്ട് സ്ട്രാറ്റജി ഒക്കെ നോർമലി മ്യൂച്വൽ ഫണ്ട്സിലുണ്ട്. പക്ഷേ അഡീഷണലി ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് എക്സ്പോഷർ. 25% വരെ ഡെറിവേറ്റീവ് എക്സ്പോഷർ, അതും അൺഹെജ്ഡ് ഷോർട്ട്സ് എക്സ്പോഷർ 0 തൊട്ട് 25% വരെ എക്സ്പോഷർ എടുക്കാൻ പറ്റും. ഈ 25% വരെ ഉള്ള ഷോർട്ട്സ് എക്സ്പോഷർ ആണ് ഇവയെ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് വേറിട്ട് കാണിക്കുന്നത്. അവിടെയാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും മാറ്റം വരുന്നത്. ഒന്ന് അമൗണ്ട്, പിന്നെ ഈ ഡെറിവേറ്റീവ് എക്സ്പോഷർ. ഇതാണ്, അതും അൺഹെജ്ഡ് ഡെറിവേറ്റീവ് എക്സ്പോഷർ, അതും ഷോർട്ട്സ്. ഇത് തന്നെയാണ് പ്രധാന വ്യത്യാസം മ്യൂച്വൽ ഫണ്ടുമായിട്ട് ഈ SIFനുള്ളത്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ കൊല്ലം, പർട്ടിക്കുലർലി 2025 ഇക്വിറ്റി മാർക്കറ്റ്, അതായത് ഇന്ത്യൻ ഇക്വിറ്റീസ് ഏതാണ്ട് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. എന്തുകൊണ്ട്? 1 ഇയർ മാത്രമല്ല, സെപ്റ്റംബർ 2024 തൊട്ട് ജൂൺ 2026 വരെ തന്നെ ഇക്വിറ്റി മാർക്കറ്റ്സ് ഡൗൺ ആയിരുന്നു, നെഗറ്റീവ് റിട്ടേൺസ് ആയിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഡെറ്റിൽ ഒരു മിനിമം റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഏതാണ്ട് ഒരു 7-8% ഡെറ്റ് എക്സ്പോഷറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ കൊല്ലവും കിട്ടി, ഈ 2025. പിന്നെ ഗോൾഡും സിൽവറും, ഇവ കഴിഞ്ഞ ഒരു കൊല്ലം, അതായത് 2025 ഇക്വിറ്റി വളരെ മോശമായിട്ട് പെർഫോം ചെയ്ത സമയത്ത് ഏതാണ്ട് ആരും പ്രതീക്ഷിക്കാത്ത വണ്ണം സിൽവർ മാത്രം ഏതാണ്ട് ഡബിൾ ഡിജിറ്റ് റിട്ടേൺ. ഡബിൾ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഡബിൾ ഡിജിറ്റ് അല്ല, ശരിക്കും 70% ആണ് ഗോൾഡിൻ്റെ റിട്ടേൺ 2025. സിൽവർ അതിൻ്റെ ഡബിൾ കൊടുത്ത് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇൻവെസ്റ്റർ വെറും ഇന്ത്യൻ ഇക്വിറ്റിയിൽ മാത്രമല്ലാതെ ഈ ഡെറ്റും ഗോൾഡും സിൽവറും പിന്നെ റീറ്റ്സും ഇൻവിറ്റ്സും ഇതൊക്കെ ചേർന്ന് വരുമ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ റിസ്ക് ഒന്ന് കുറഞ്ഞു വരുന്നു. അതുപോലെ ഈ ഡെറ്റ്, ഗോൾഡ്, സിൽവർ, പിന്നെ റീറ്റ്സ്, ഇൻവിറ്റ്സ്, ഇത് കൂടാതെ ഗ്ലോബൽ സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ പർട്ടിക്കുലർ ഫണ്ട്സ്. സോ ഈ കാറ്റഗറി, അതായത് ഈ പർട്ടിക്കുലർ കാറ്റഗറിയെ SIFൽ ആക്റ്റീവ് അസറ്റ് അലക്കേറ്റർ, ഈ പർട്ടിക്കുലർ കാറ്റഗറിയെ ആക്റ്റീവ് അസറ്റ് അലക്കേറ്റർ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ എന്ത് തരം, ഈ പർട്ടിക്കുലർ അസറ്റ് ക്ലാസ്സിൽ എന്ത് തരം അസറ്റ് ക്ലാസ് വേണമെങ്കിലും മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഇക്വിറ്റി മാർക്കറ്റ് താഴ്ന്നു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മിക്സ് വരുമ്പോൾ ആ റിസ്കിനെ കുറച്ച് ഇതിൽ നിന്ന് വരുന്ന ഓപ്പർച്യൂണിറ്റിയും കൂടെ കിട്ടുന്നതുകൊണ്ട് ഒരു ഡൊമസ്റ്റിക് ഇക്വിറ്റി ഫണ്ട് മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് പോലും ഇത്തരം മിക്സുള്ള ഒരു അസറ്റ് അലക്കേറ്റർ, അതായത് ആക്റ്റീവ് അസറ്റ് അലക്കേറ്റർ സ്ട്രാറ്റജി നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഒരു അസറ്റ് ക്ലാസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇങ്ങനെ ഒരു മിക്സായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ലോങ് ടേം ബേസിസിൽ നമ്മൾ പറയുമ്പോൾ ഇനിയൊരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ റിട്ടേൺ നോക്കുമ്പോൾ ഇങ്ങനത്തെ മിക്സുള്ള ഫണ്ട്സ് നിഫ്റ്റിയേക്കാളും ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മിക്സ് എന്ന് വരുമ്പോൾ ഇത് ഇക്വിറ്റിയേക്കാളും റിസ്ക് കുറച്ചാണ് എടുക്കുന്നത്. അത്രയും കുറച്ച് റിസ്ക് എടുത്തിട്ട് പോലും ഇവ നിഫ്റ്റി 50യെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇതെന്തുകൊണ്ട്? ഇങ്ങനെ ഒരു മിക്സ് ഇരിക്കുന്നുണ്ട്. ഏത് തരം മോശം മാർക്കറ്റിലും, അതായത് ഇക്വിറ്റി മാർക്കറ്റ് എത്ര വീണാലും, ഈവൻ കോവിഡ് സമയത്ത് മാർക്കറ്റ് ഏതാണ്ട് 40% വീണു, അങ്ങനത്തെ സമയത്തും ഇങ്ങനത്തെ ഒരു മിക്സ് ഇരിക്കുമ്പോൾ ഇവ ഒരു ഇക്വിറ്റി ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഒരു ഇന്ത്യൻ ഇക്വിറ്റി ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട് പെർഫോം ചെയ്യും. ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലോങ് ടേം ബേസിസിൽ പോലും ഇത് നിഫ്റ്റിയെ ഔട്ട് പെർഫോം ചെയ്യാൻ കാരണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് വളരെ മോശമായിട്ട് പെർഫോം ചെയ്ത 2025 ഈ പർട്ടിക്കുലർ ഫണ്ട്സിൽ ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി ഉണ്ട്,
SIF-ൽ പിന്നെ ആക്റ്റീവ് അസറ്റ് അലക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. ഈ ആക്റ്റീവ് അസറ്റ് അലക്കേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇക്വിറ്റി എക്സ്പോഷർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 65% വരെ ഇക്വിറ്റി എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടാക്സേഷൻ 1 ഇയർ കഴിഞ്ഞിട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് 12% മാത്രമേ ടാക്സ് ഉള്ളൂ. ഈ 65% എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഇത് വെറും ലോങ് ഓൺലി ഇക്വിറ്റീസ് മാത്രമാവണമെന്നില്ല. സോ ഇക്വിറ്റി മാർക്കറ്റ് മോശം സാഹചര്യത്തിലാണെങ്കിൽ ഇവർ ഒരു 35 അല്ലെങ്കിൽ 40% മാത്രം ലോങ് ഓൺലി ഇക്വിറ്റിയിൽ കോർ ഇക്വിറ്റിയിൽ വെച്ചേച്ച് ബാക്കി ഈ 65 ഗ്യാപ്പ് ഇരിക്കുന്ന ഈ അമൗണ്ടിനെ ആർബിട്രാജ് കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ആർബിട്രാജിലും ചേർത്താണ് ഇക്വിറ്റി കണക്കിടുന്നത് എന്ന് പറയുമ്പോൾ കോർ ഇക്വിറ്റി മാത്രമാണ് ഇക്വിറ്റീൻ്റെ ഫുൾ റിസ്ക് എടുക്കുന്നത്, ആ 35-40%. ബാക്കി ഒരു 25% ആർബിട്രാജിൽ പോകുന്നു. ആർബിട്രാജിൽ ഏതാണ്ട് ഒരു 6-7% റിട്ടേൺ കിട്ടും. അതിന് ഒരു കോർ ഇക്വിറ്റിയുടെ റിസ്ക് ഇല്ല. പിന്നെ ബാക്കിയിരിക്കുന്നതിനെ ഇൻ കേസ് ഗോൾഡിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഗോൾഡിന് ഹയർ എക്സ്പോഷർ എടുക്കും. സിൽവറിൽ റിസ്ക് കൂടുതലാണെങ്കിൽ സിൽവറിൻ്റെ എക്സ്പോഷർ മൊത്തത്തിൽ തന്നെ കുറച്ചേക്കും, ചിലപ്പോൾ 0 ആക്കിയേക്കും. അതുപോലെ ആ സമയത്ത് റീറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ റീറ്റിൻ്റെ എക്സ്പോഷർ കയറ്റും. ഗ്ലോബൽ ഇക്വിറ്റീസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്ലോബൽ എക്സ്പോഷറിൻ്റെ ഇത് കൂട്ടും. എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഏതിനാണോ കൂടുതൽ അതിൻ്റെ എക്സ്പോഷർ കൂട്ടുകയും റിസ്ക് കൂടുതലുള്ള അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കുറച്ചുള്ള അസറ്റ് ക്ലാസിൻ്റെ എക്സ്പോഷർ കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് റിസ്ക് പരമാവധി കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്, റിട്ടേൺ കൂട്ടാനും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഡൈനമിക് മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ആക്റ്റീവ് അസറ്റ് അലക്കേറ്റർ സ്ട്രാറ്റജീസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഡയറക്റ്റ് ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് എപ്പോഴും കൂടുതലാണ്. നിങ്ങളിപ്പോൾ ഒരു 5 സ്റ്റോക്ക് അല്ലെങ്കിൽ 10 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 8 എണ്ണം പാളിപ്പോവാം, 2 മാത്രമേ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ 5 എണ്ണം നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ ഈ പാളിപ്പോയ 5ഉം ഈ പെർഫോം ചെയ്തതിനേക്കാളും വളരെ മോശമായിട്ടുള്ള രീതിക്ക് ഡൗൺ സൈഡ് നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ പെർഫോമൻസ് നെഗറ്റീവ് ആയിരിക്കും. വേറൊരു പ്രശ്നമുണ്ട്, ഇക്വിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിന് നന്നായിട്ട് അറിയാം. എന്താണെന്നറിയോ, ആ പർട്ടിക്കുലർ സ്റ്റോക്ക് ഏതെങ്കിലും 1-2 സ്റ്റോക്ക് ഇടിഞ്ഞ് നിൽക്കുമ്പോൾ ലോസ് ബുക്ക് ചെയ്യാൻ അവർക്ക് മടിയുണ്ട്. അതായത് ഞാൻ വാങ്ങിച്ചത്, അത് നമുക്ക് ഒരു ഇൻഡയറക്റ്റ്ലി ഒരു ഈഗോ അവിടെ കയറി കളിക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ എക്സ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, എക്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അത് 20% ഇറങ്ങി, ഇത് ഞാൻ വാങ്ങിച്ചത് എന്തായാലും കയറും, അത് കയറുമ്പോഴേ അല്ലെങ്കിൽ ഇത് പ്രോഫിറ്റ് വന്നതിന് ശേഷമേ ഞാൻ വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ബലം പിടിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പറ്റും, നിങ്ങൾ ചിലപ്പോൾ മാസക്കണക്കോ വർഷക്കണക്കോ അതും പിടിച്ചിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ ഒരു ഫണ്ട് മാനേജറുടെ അടുത്ത്, അതായത് ഇങ്ങനെ ഒരു SIF, ഇക്വിറ്റി SIF ആവാം, അല്ലെങ്കിൽ എക്സ് ടോപ്പ് 100 SIF ആവാം, അല്ലെങ്കിൽ സെക്ടർ റൊട്ടേഷൻ SIF ആവാം, ഇതെല്ലാം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന SIF ആണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫണ്ട് മാനേജറുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഫണ്ട് മാനേജർ ഒരു പ്രൊഫഷണലാണ്. നിങ്ങൾ വച്ചേക്കുന്ന സെയിം സ്റ്റോക്ക് ഒരു പക്ഷേ ഈ ഫണ്ട് മാനേജറുടെ കയ്യിലുമുണ്ട്. പക്ഷേ അത് ഇടിഞ്ഞ് നിൽക്കുമ്പോൾ അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ അവർ യാതൊരു മടിയും കൂടാതെ ലോസ് ബുക്ക് ചെയ്തിട്ട് പുറത്ത് വരും. അത് നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യില്ല. സോ ഇത് ഒരു പ്രധാന അഡ്വാൻറ്റേജാണ്. ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജ്മെൻറ്റ് ഒരു SIF വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് ആവുക. പിന്നെ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വാങ്ങിക്കാനും പിന്നെ അത് വിൽക്കാനും നിങ്ങൾ എത്രത്തോളം മെനക്കെട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ, അല്ലേ? അതിൻ്റെ പുറകെ കുറേ കാലം നടക്കണം, അതിന് വേണ്ട ഒരു ബയ്യറെ കിട്ടണം, വിൽക്കുമ്പോൾ അതിന് വേണ്ട ഒരു കറക്റ്റായിട്ടുള്ള സെല്ലറിനെ കിട്ടണം, നിങ്ങൾക്ക് വേണ്ട പ്രൈസ് വേണം, പിന്നെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ലീഗാലിറ്റിയും, ഇങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും. പക്ഷേ ഈ റിയൽ എസ്റ്റേറ്റിനെ നിങ്ങൾ സ്മാർട്ടായിട്ട് ഒരു റീറ്റ് വഴി എക്സ്പോഷർ എടുക്കുക. ഇത് ഒരു റീറ്റ് വഴി എക്സ്പോഷർ എടുക്കുകയെന്ന് വെക്കുക. ഈ റീറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, റീറ്റ് കൂടുതലും റെസിഡൻഷ്യൽ അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതെല്ലാം കംപ്ലീറ്റ്ലി കമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഒരു ബിസിനസ് പാർക്കാവാം, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കാവാം, ഒരു ഷോപ്പിംഗ് മാളാവാം, ഒരു വെയർഹൗസ് ആവാം. ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിലാണ് റീറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും അത് ഒരു റിയൽ എസ്റ്റേറ്റ് അസറ്റാണ് അതിൻ്റെ അണ്ടർലൈൻ. ഇതും ഇപ്പോൾ നമുക്ക് 6 ലിസ്റ്റഡ് റീറ്റ്സ് ഉണ്ട് ഇന്ത്യയിൽ. ഒരു റീറ്റിൽ തന്നെ ഒരു 5-6 അണ്ടർലൈങ് അസറ്റ്സ് ഉണ്ട്. അപ്പം ഈ ഒരു 5-6 റീറ്റിലാണ് വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പലതരം അസറ്റുണ്ട്. ഈ അസറ്റ് ഓരോന്നും ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളിലായിരിക്കും.
അപ്പോൾ അതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ഒരു കമേഴ്ഷ്യൽ സ്ട്രക്ചർ ഒരു രീതിക്കായിരിക്കും, ഒരു ഷോപ്പിംഗ് മാളിൻ്റെ കമേഴ്ഷ്യൽ സ്ട്രക്ചർ ഒരു രീതിക്കായിരിക്കും, അതിൻ്റെ ക്യാഷ് ഫ്ലോ ഓരോ രീതിക്കായിരിക്കും. ഇങ്ങനെ ഒരു ഡൈവേഴ്സിഫൈഡ് ബാസ്ക്കറ്റ് കിട്ടുന്നുണ്ട് ഒരു 4-5 റീറ്റിൻ്റെ മിക്സ് കിട്ടുമ്പോൾ. അതും റിയൽ എസ്റ്റേറ്റ് ആണ്. പക്ഷേ ഇതിനെ ഒന്നും ഇത് ചോയ്സ് ഒന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമേ ഇല്ല. അതും ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ നിങ്ങളുടെ ബിഹാഫിൽ എടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകെ നടന്ന് ബയ്യറെ കണ്ടുപിടിക്കുന്ന, സെല്ലറെ കണ്ടുപിടിക്കുന്ന, പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റേഷൻ, ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മൊത്തം ഒരു പ്രൊഫഷണൽ നോക്കിക്കോളും. അത് മാത്രമല്ല, മിക്കവാറും ഇത് ഒരുപക്ഷെ നിങ്ങൾ മാനേജ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാക്കുന്ന റിട്ടേണേക്കാളും എപ്പോഴും ഒരു പ്രൊഫഷണൽ കൂടുതൽ റിട്ടേൺ കണ്ടുപിടിക്കാൻ ഒരു പ്രൊഫഷണൽ കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ SIF എന്ന പ്രോഡക്റ്റ് വരാൻ കാരണം മ്യൂച്വൽ ഫണ്ടിൻ്റെയും PMSൻ്റെയും ഇടയ്ക്ക് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പണ്ട് PMSന് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 25 ലക്ഷമായിരുന്നു, അതിപ്പോൾ 50 ലക്ഷമാക്കി. മ്യൂച്വൽ ഫണ്ടിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5000 ആണ്. സോ ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് വേറെ പ്രോഡക്റ്റ് ഇല്ലായിരുന്നു ഒരു ഫണ്ടായിട്ട്. അപ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. ഒരു ഇൻവെസ്റ്ററിന് ഒരു 1 കോടി രൂപ അല്ലെങ്കിൽ 1.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ട്. പക്ഷേ എല്ലാ മ്യൂച്വൽ ഫണ്ടിൽ വേണ്ട, എനിക്ക് ഇച്ചിരി ഒരു സോഫിസ്റ്റിക്കേറ്റഡ് പ്രോഡക്റ്റ്, ഒരു ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് വേണം, ഇച്ചിരി ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റ് വേണം എന്ന് ചോദിക്കുമ്പോൾ വേറെ പ്രോഡക്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അതിന് വേണ്ടിയും കൂടിയാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. സോ ഒരു റീറ്റെയിൽ മ്യൂച്വൽ ഫണ്ടിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട്, പക്ഷേ ഒരു PMSൽ എക്സ്പോഷർ എടുക്കാനുള്ള ശേഷിയില്ല എന്നുള്ളവർക്ക് ഒരു തീരുമാനമാണ്, ഉള്ളവർക്ക് ഒരു സൊല്യൂഷനാണ് ഈ SIF അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് PMSനേക്കാളും വാല്യൂ കുറവാണെങ്കിലും ഒരുപക്ഷെ ഒരു ആംഗിളിൽ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ PMSനേക്കാളും റിസ്ക് കൂടുതലാണെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട്? ഈ 25% അൺഹെജ്ഡ് ഷോർട്ട് എക്സ്പോഷർ ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റീവായിട്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇത് ബാക്ക് ഫയർ ചെയ്യും. ചിലപ്പോൾ ഇത് നിങ്ങൾ ഒരു PMS എടുക്കുന്നതിനേക്കാളും കൂടുതൽ റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ അപ് ടു 25% അൺഹെഡ്ജ്ഡ് ഷോർട്ട് എക്സ്പോഷർ എന്നുള്ളത് മിക്ക SIF മാനേജേഴ്സും ഇത് വലിയ രീതിക്ക് യൂസ് ചെയ്യത്തില്ല. മിക്കവാറും ഇവർ ഇതിൽ കുറച്ചേ കളിക്കത്തുള്ളൂ. ചിലപ്പം 0 ആയിരിക്കാം, ചിലപ്പം ഒരു സിംഗിൾ ഡിജിറ്റ് എക്സ്പോഷർ ആയിരിക്കും. ഇങ്ങനെ ഇവർ കളിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് തിയറിറ്റിക്കലി ആ റിസ്ക് ഉണ്ടെങ്കിലും പ്രാക്ടിക്കലി ഫണ്ട് മാനേജേഴ്സ് ഈ റിസ്കിലോട്ട് കൂടുതൽ കടക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ സൗകര്യപ്രദമായിട്ട് ഓൺലൈൻ വഴി തന്നെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ എങ്ങനെ ഓൺലൈൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുവോ അതുപോലെ തന്നെ ഒരു SIFയും അത്ര സൗകര്യപ്രദമായിട്ട് ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ദിവസവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, NAV എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ റിഡംഷൻ്റെ കാര്യത്തിൽ SIFസിന് ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ റിഡംഷൻ. 2 ദിവസങ്ങളിൽ കൊടുത്തില്ലെങ്കിൽ ആ അടുത്ത ദിവസം അടുത്ത ആഴ്ചയിൽ വരുന്നോ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും ആ റിഡംഷൻ പ്രോസസ്സ് ആവാൻ. പിന്നെ ഓരോ SIF സ്ട്രക്ചർ അനുസരിച്ച് 2 ദിവസമോ 3 ദിവസമോ 10 ദിവസമോ വരെയൊക്കെ ടേൺ അറൗണ്ട് ടൈം എടുക്കാം. കാരണം ചില ഡെറ്റ് ഫോക്കസ്ഡ് SIFs ഉണ്ട്. ഇതിലൊക്കെ 10 ദിവസമാണ് ടേൺ അറൗണ്ട് ടൈം. അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് റിഡംഷൻ ഡേറ്റിന് നിന്ന് 10 വർക്കിംഗ് ഡേ കഴിഞ്ഞ് ആയിരിക്കും നിങ്ങൾക്ക് കാശ് കിട്ടുന്നത്. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് കാശ് വേണ്ട സമയത്ത് അതിൻ്റെ ടേൺ അറൗണ്ട് ടൈം അനുസരിച്ച് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാശ് ആവശ്യമായ സമയത്തിനകം നിങ്ങൾക്ക് കാശ് കിട്ടിയേക്കണമെന്നില്ല. സോ ഈ കാര്യങ്ങളിൽ ലിക്വിഡിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഈ SIFൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസ്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇക്വിറ്റിയിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഇക്വിറ്റി നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ നോർമലി ഒരു ഇക്വിറ്റി ലോങ് ഷോർട്ട് ഫണ്ട് ഉണ്ട്. അടുത്തത് Top 100, ഇത് നേരത്തെ പറഞ്ഞതിനേക്കാളും റിസ്ക് കൂടുതലാണ്. പിന്നെ സെക്ടർ റൊട്ടേഷൻ ഫണ്ടുണ്ട്. സെക്ടർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 4 സെക്ടറിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫണ്ടായിരിക്കും. സോ ലോങ് ഷോട്ടിനേക്കാളും റിസ്ക് ഉള്ളതാണ് Top 100. Top 100-നേക്കാളും റിസ്ക് ഉള്ളതാണ് ഈ സെക്ടർ റൊട്ടേഷൻ ഫണ്ട്. സോ ഇതനുസരിച്ച് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം കുറവാണെങ്കിൽ 4-5 കൊല്ലത്തിനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇക്വിറ്റി ലോങ് ഷോർട്ടേ ചൂസ് ചെയ്യാവൂ. അതിന് മുമ്പ് നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ റിസ്ക് അപ്പറ്റൈറ്റ്. ഒരു ലോങ് ഷോട്ടിനേക്കാളും താഴോട്ട് പോകാനുള്ള സാധ്യത ഉള്ളതാണ് Top 100. അത്രയും റിസ്ക് നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ ഓരോന്നിനും ഓരോ റിസ്ക് ഉണ്ട്.
അതേ ഈ കാറ്റഗറിയേക്കാളും മൊത്തത്തിൽ റിസ്ക് കുറഞ്ഞതാണ് ഹൈബ്രിഡ് ലോങ് ഷോട്ട്, പിന്നെ ആക്റ്റീവ് അസറ്റ് അലൊക്കേറ്റഡ് ലോങ് ഷോട്ട്. സോ അതിൻ്റെ ഇക്വിറ്റിയുടെ റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇതിലോട്ട് പോകണം. ഇതും എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഡെറ്റ് ലോങ് ഷോട്ട്സ് ഉണ്ട്. നോർമൽ ഒരു ഡെറ്റ് ലോങ് ഷോട്ട് ഉണ്ട്, പിന്നെ സെക്ടറൽ ലോങ് ഷോട്ട് ഉണ്ട് ഡെറ്റിൽ തന്നെ. സോ ഈ കാറ്റഗറി ഉണ്ട്. സോ നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. നോർമലി SIFൽ ഒരു ഇക്വിറ്റി ഓറിയൻറ്റഡ് SIF ആണെങ്കിൽ ആൾമോസ്റ്റ് ഒരു 0.7% to 2% വരെ ആയിരിക്കും നിങ്ങളുടെ എക്സ്പെൻസ് റേഷ്യോ. ഡയറക്റ്റ് ആകുമ്പോൾ കുറയും, റെഗുലർ ആകുമ്പോൾ കൂടും. ഡെറ്റിന് കുറച്ചുകൂടെ കുറയും, ആൾമോസ്റ്റ് ഒരു 0.6 to ഒരു 1.5% വരെ ആയിരിക്കും ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ. ഐ മീൻ ഹൈബ്രിഡിന് കുറവായിരിക്കും. ഹൈബ്രിഡിന് 0.5% കുറവായിരിക്കും, ഏതാണ്ട് 0.6 to 1.5%. ഡെറ്റ് ലോങ് ഷോട്ട്, അതായത് ഡെറ്റ് SIFസിന് കുറച്ചുകൂടെ കുറവ്, ഏതാണ്ട് മാക്സിമം 1% ഒക്കെ വരത്തുള്ളൂ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ. സോ ഈ എക്സ്പെൻസ് റേഷ്യോയും നിങ്ങൾ ഏതാണ്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. പക്ഷേ റിട്ടേൺസ് പ്ലസ് എക്സ്പെൻസ് റേഷ്യോ, അതായത് റിട്ടേൺസ് ചെയ്യുന്ന എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിട്ടും ഇരിക്കുന്ന നെറ്റ് റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. നോർമലി ഇന്നത്തെ സമയത്ത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് വഴിയാണ് നിങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓപ്ഷൻസ് വളരെ കുറച്ചേ ഉള്ളൂ, ഏതാണ്ട് ഇല്ലെന്ന് തന്നെ പറയാം. നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഇക്വിറ്റി ഫണ്ട് ഉണ്ട്, അതിൽ കുറച്ച് ഇക്വിറ്റി എക്സ്പോഷർ 10% ഗ്ലോബൽ ഇക്വിറ്റി എക്സ്പോഷർ ഉണ്ട്. പിന്നെ ചില ഹൈബ്രിഡ് ഫണ്ട്സിലും 10-15% ഗ്ലോബൽ ഇക്വിറ്റി എക്സ്പോഷർ ഉണ്ട്. ഇതൊഴിച്ച് 100% ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട്സിൽ ഇന്ന് മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെല്ലാം അടച്ചേക്കുവാണ്. കാരണം ഗ്ലോബൽ സെക്യൂരിറ്റീസിൽ ഇന്ത്യൻ ഫണ്ട് ഇൻഡസ്ട്രി $7 billion മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതാണ്ട് ആ സീലിംഗ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട്സൊക്കെ ഈ പർട്ടിക്കുലർ ഗ്ലോബൽ ഫണ്ട്സിലൊക്കെ എൻട്രി ക്ലോസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് സിറ്റി ഓപ്ഷൻസ് ഉണ്ട്. ഗിഫ്റ്റ് സിറ്റി ഓപ്ഷൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിനിമം നിങ്ങളതിൽ $5,000, ഏതാണ്ട് ഈക്വലൻ്റ് ആയിട്ട് 5 lakh rupees വരെ മിനിമം ഇൻവെസ്റ്റ് ചെയ്യണം. സിംഗിൾ ഗിഫ്റ്റ് സിറ്റി തന്നെ അത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറൻസി ഹെഡ്ജിങ് എന്നുള്ളത് ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോബൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമലി ഈ എല്ലാ ഗിഫ്റ്റ് സിറ്റി ഫണ്ടിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഡോളറിലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഉള്ള ഗ്ലോബൽ ഫണ്ട്സിൽ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ റുപ്പിയാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും അവർ സെക്യൂരിറ്റീസ് വാങ്ങിച്ചേക്കുന്നത് ഡോളർ വഴിയായിരിക്കും. സോ ഇതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിയേണ്ടത്, ഓരോ കൊല്ലവും 3.5 to 4% ഇന്ത്യൻ റുപ്പി US ഡോളറിനെ കമ്പയർ ചെയ്യുമ്പോൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലവും. സോ ഈ റുപ്പി വീക്കനിങ് വെച്ച് നോക്കുമ്പം അഡ്വാൻറ്റേജ് എന്താണെന്നറിയാവോ, ഡോളർ നിങ്ങൾ വിൽക്കുമ്പോൾ ഓരോ കൊല്ലവും റുപ്പി വീക്കായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവിടെ സെല്ല് ചെയ്യുമ്പോൾ റുപ്പി വീക്കാകുന്ന സാഹചര്യത്തിലെല്ലാം നിങ്ങൾ ഡോളർ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിറ്റ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എടുക്കുമ്പോൾ ആ 3 to 4 rupeesൻ്റെ അഡ്വാൻറ്റേജും കൂടെ നിങ്ങൾക്ക് ആ സെക്യൂരിറ്റീസ് എന്ന് വരുന്ന റിട്ടേൺസ് കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്. സോ പക്ഷേ ഇത് കാരണം നിങ്ങൾ 50% ചെന്ന് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നതല്ല, പാടില്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലോബൽ ഈക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ്. സോ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അത്രയും വിവരവും അറിവും അതിൻ്റെ റിസർച്ച് ഇൻഫർമേഷനും നിങ്ങൾക്ക് ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ച് ഉണ്ടാവുകയില്ല. അത് കാരണം തന്നെ കൂടിപ്പോയാൽ 20-30% നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 20-30% കൂടുതൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പാടില്ല. അത് കാരണം കിട്ടുന്ന ഒരു കറൻസിയുടെ അഡ്വാൻറ്റേജും ഹെഡ്ജിങ്ങും മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉപദേശിക്കുന്നത്. കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ US മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് മാത്രം അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ച് യൂറോപ്പിലും കുറച്ച് എമർജിങ് മാർക്കറ്റിലും, അതായത് ചൈന, തൈവാൻ, റഷ്യ, പിന്നെ ബ്രസീൽ, പിന്നെ കൊറിയ, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഓഫ് ഫോറിൻ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനും കിട്ടുന്നുണ്ട്,
കറൻസി ഹെഡ്ജിങ്ങും കിട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉയർന്ന തുക നിക്ഷേപിക്കാൻ ശേഷിയുള്ളവർക്ക് റിസ്ക് കുറച്ച് എല്ലാ വിപണി സാഹചര്യങ്ങളിലും മികച്ച റിട്ടേൺസ് ഉറപ്പാക്കാൻ SIFകളും മൾട്ടി അസറ്റ് അലോക്കേഷനും മികച്ചൊരു തന്ത്രമാണ്. എന്നാൽ ഇത്തരം സങ്കീർണമായ ഫണ്ടുകളിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ റിസ്ക് പ്രൊഫൈലും ഫണ്ട് മാനേജ്മെന്റ് ചിലവുകളും കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും റിസ്ക് പ്രൊഫൈലിനും അനുയോജ്യമായ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക.